ഹലോ, വെൽക്കം ടു രമ്യാസ് ഫാമിലി വ്ളോഗ്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓണത്തിന്റെ സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ്. നമുക്ക് വലിയ ആർഭാടങ്ങളൊന്നും തന്നെ ഇല്ല, ചെറിയൊരു ഓണ വ്ളോഗാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓണവിശേഷങ്ങൾ കണ്ടാലോ? തലേ ദിവസം നമുക്ക് യൂട്യൂബിൽ ഇടാനുള്ള വീഡിയോയും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ പൂ വാങ്ങാൻ വേണ്ടി കാഞ്ഞിരംകുളത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇത് കണ്ടോ, ജനത്തിരക്കായിരുന്നു ശരിക്കും പറഞ്ഞ അവിടെ. ഞങ്ങൾ പോയത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. പൂക്കളൊന്നും നോക്കാനുള്ള ഗ്യാപ്പ് പോലും ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു കാഞ്ഞിരംകുളത്ത്. കൊച്ചു തോവളം എന്നറിയപ്പെടുന്ന നമ്മുടെ കാഞ്ഞിരംകുളത്തിന്റെ ഓണത്തലേ ദിവസമുള്ള തിരക്കാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ പോയ പോക്കിൽ ഞങ്ങൾ പൂ മേടിച്ചിട്ടില്ല, പോയിട്ട് പിന്നീട് വരികയാണ് ഉണ്ടായത്. പൂ വാങ്ങല് പരാജയപ്പെട്ട സ്ഥിതിക്ക് എന്തായാലും ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ വിചാരിച്ചു ഡിസൈൻ ഒന്ന് സെറ്റ് ചെയ്തിട്ടിട്ട് പിന്നെ പോയി പൂ വാങ്ങാന്ന് വിചാരിച്ചിട്ട് ഡിസൈൻ വരയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ആദ്യം തന്നെ ഡിസൈൻ ഇടേണ്ട സ്ഥലം ഞാൻ തൂത്ത് നല്ല വൃത്തിയാക്കി കൊടുത്തു. കഴിഞ്ഞ വർഷം നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടത് കൊണ്ട് ഇത്തവണ എന്തൊക്കെ സാധനങ്ങൾ വെച്ച് നമുക്ക് നീറ്റായിട്ട് വരയ്ക്കാം എന്നുള്ളത് ഞാൻ ഓൾറെഡി തന്നെ അറിയാവുന്നുണ്ടായിരുന്നതുകൊണ്ട് വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ തന്നെ ഡിസൈൻ വരച്ച് ചെയ്തു. ഏകദേശം 10 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും പൂ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. തിരക്കിനൊരു കുറവുണ്ടായിരുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് അതിന്റെ ഇടയിലോട്ടൊന്ന് നുഴഞ്ഞു കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 350 രൂപയ്ക്ക് നമ്മൾ പൂവും മേടിച്ച് വീട്ടിൽ കൊണ്ട് നിരത്തിയിടുവാണ്. നാളെ രാവിലെ ഈ പൂ ഇടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്ന് വൃത്തിയായിട്ട് കിടക്കാൻ വേണ്ടി ഒരു പേപ്പർ നിവർത്തിയിട്ട് നമ്മൾ റൂമിലോട്ട് വിരിച്ചിട്ടു. രാവിലെ ഹൈനപ്പനാണ് ആദ്യം പൂ പിച്ചാനായിട്ട് ഇരുന്നത്. അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ പൂ പിച്ചാൻ. കഴിഞ്ഞ വർഷം അവൻ കുഞ്ഞായിരുന്നത് കൊണ്ട് തന്നെ അധികം പിച്ചലൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തവണ ഞാനും അവനും തുടങ്ങി വെച്ചു. അപ്പോഴത്തേക്കും കിച്ചണിലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണിയൊക്കെ നടക്കുമായിരുന്നു. അമ്മ രാവിലെ ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കുകയാണ്. പൂവൊക്കെ പിച്ച് വെച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പൂ ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അമ്മ രാവിലെ അതുകൊണ്ട് തന്നെ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി മേശപ്പുറത്തെത്തിച്ചു. അപ്പവും ചിക്കൻ കറിയും ചിക്കൻ പെരട്ടും ഒക്കെ ചായയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓണമായാലും നമുക്ക് നോൺ വെജ് നിർബന്ധമാണ്. പിന്നെ ഇച്ചാനും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പപ്പ ഇച്ചാനും കൂടെ ബാക്കി പൂവെല്ലാം പിറ്റുന്ന സമയം കൊണ്ട് ഞാൻ പൂക്കളത്തിൽ പൂവിടാൻ തുടങ്ങി. അപ്പോൾ ഓരോ പൂക്കളും നമുക്കുള്ളതനുസരിച്ചാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. വലിയ ഡിസൈനൊന്നുമല്ല, ഒരു കുഞ്ഞു ഡിസൈൻ ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് പൂക്കളത്തിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? പൂക്കളത്തിന്റെ തലങ്ങും വിലങ്ങുമുള്ള ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ സദ്യ മേടിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങളുടെ തന്നെ കാഞ്ഞിരംകുളത്തുള്ള ലാവണ്യ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു ഇത്തവണ നമ്മൾ സദ്യ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത സദ്യ അല്ലായിരുന്നു. അപ്പൊ നമ്മൾ സദ്യ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സദ്യയിൽ എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പഴയിലേക്ക് കഴിഞ്ഞു. അടുത്ത് ഇഞ്ചി, നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ,
പിന്നെ പൈനാപ്പിൾ പച്ചടി, ബീറ്റ്റൂട്ട് പച്ചടി, അടുത്ത് മധുരക്കറി, അടുത്ത് വെള്ളരിക്ക. ഇതാണോ പച്ചടി? പച്ചടി കിച്ചടി അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ. ഇത് വെള്ളരിക്ക വെച്ചിട്ടുള്ളത്. സോ ദെൻ നെക്സ്റ്റ് തോരൻ, അവിയൽ, കൂട്ടുകറി, പിന്നെ ഇപ്പോ മറ്റേ മീനിടാത്ത മീൻകറി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുണ്ടല്ലോ ആ ഐറ്റം. അതങ്ങനെ മേളിലോട്ട് വെക്കണ്ട, ഇങ്ങനെ വെക്കും. ഓക്കെ. അടുത്ത് പിന്നെ പരിപ്പ്, സാമ്പാർ, ദെൻ അത് കഴിഞ്ഞിട്ട് ഓക്കെ ഇത് അടപ്രഥമൻ, ഇത് പരിപ്പ് പ്രഥമൻ, പിന്നെ 2 ഐറ്റം പായസം ഉണ്ട് കേട്ടോ. ക്യാരറ്റ് പായസം, ദെൻ ഇതെന്താണ് ഐറ്റം? പാലട വരുമല്ലോ, മറ്റേ ചെറിയ തരിയുള്ളത്. അമ്പലപ്പുഴ പാൽപ്പായസം. ഓക്കെ. ദെൻ നമ്മുടെ പുളിശ്ശേരി, രസം, മോര്. ഓക്കെ. പിന്നെ ഇനി 2 ഐറ്റം നേരത്തെ വെച്ചില്ലായിരുന്നു. ബോളി, പഴം, പിന്നെ നമ്മുടെ ചിപ്സ് ഉപ്പേരി അതൊരു പാക്കറ്റിലും, പിന്നെ പപ്പടം. പിന്നെ മെയിൻ ഐറ്റം ചോറ്. മെയിൻ ഐറ്റം ചോറ്. അപ്പൊ ടോട്ടൽ എണ്ണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഴയിലെ ഒരു ഐറ്റം ആയിട്ട് കൂട്ടുക കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 ചോറ് ഉൾപ്പെടെ 27 ഐറ്റംസ് ആണ് അപ്പൊ നമ്മുടെ ഈ സദ്യയിലുള്ളത്. അപ്പൊ നമ്മൾ 3 പേർക്കുള്ള സദ്യയാണ് ഈ പറഞ്ഞത്. കാരണം നമുക്ക് 5 പേരുണ്ട്, അതായത് ഹൈനുവിനെയും കൂട്ടിയാണ് 5 പേര്. 5 പേർക്ക് നമുക്ക് ഇത് ഇത്രയും മതിയാവും ഒരു നേരത്തേക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 3 പേരുടെ ഇതാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വാഴയില 3 എണ്ണേ ഉള്ളൂ, പക്ഷെ നമുക്കിവിടെ വാഴ ഉണ്ട്. സോ അതിലൊന്ന് നമ്മൾ 2 അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ 5 പേർക്കുള്ള സദ്യയാണ് ഇപ്പൊ ഇതിലുള്ളത്. അപ്പോൾ ഇത്രയും വിഭവങ്ങളാണ് നമ്മുടെ സദ്യ കിറ്റില് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഇച്ചായന് വീണ്ടും സേമിയ പായസം വേണമെന്ന് പറഞ്ഞ് പപ്പദ കഷ്ടപ്പെട്ട് കിച്ചണിൽ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുവാണ് സേമിയ പായസം. അപ്പോൾ അതവിടെ നടക്കട്ടെ, നമുക്ക് ഇലയില് ചോറ് വിളമ്പാം. അങ്ങനെ എല്ലാവർക്കും ഉള്ള ചോറ് വിളമ്പി എല്ലാരും കയറ്റിയിരുത്തിയിട്ടുണ്ട്. ഒരാളിവിടെ കഴിച്ചും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വക ഒരു DJ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ വർഷത്തെ ഓണം നമ്മൾ അങ്ങോട്ട് അവസാനിപ്പിച്ചു. ഓക്കെ, ബൈ.